ഉലുഹിയ്യത്തുമായി ബന്ധപ്പെട്ട പരാമർശിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ വായിച്ചാൽ കാണാൻ സാധിക്കും, ഇസ്ലാമിക ചരിത്രത്തിൽ 3 ബലികൾ കടന്നുപോയിട്ടുണ്ട്. ഒന്ന് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട 2 മക്കളുണ്ടായിരുന്നല്ലോ, ഹാബീൽ ഖാബീൽ. ഇവർ 2 പേർക്കും ഒരു ബലി നേർച്ചയാക്കപ്പെട്ടു. 2 പേരും ബലി അറുത്ത് ബലി നടത്തി. ഒരാളുടെ ഉദ്ദേശം നല്ലതല്ലാത്തത് കൊണ്ട് ആ കാര്യം അല്ലാഹു തആല സ്വീകരിച്ചില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദ 27-ാമത്തെ ആയത്ത്, ഇത് ഖറബാ ഖുർബാനൻ, അവർ 2 പേരും ഒരു ഖുർബാന നേർച്ച നേർന്നപ്പോൾ ഫതഖബ്ബല മിൻ അഹദിഹിമാ, 2 പേരിൽ ഒരാളുടേത് സ്വീകരിച്ചു. വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റൊരുത്തന്റേത് സ്വീകരിക്കപ്പെട്ടില്ല. ഖാല, അപ്പോൾ സ്വീകരിക്കപ്പെടാത്ത വ്യക്തി അസൂയ കൊണ്ട് പറഞ്ഞുപോയി, ലഅഖ്തുലന്നക, ഞാൻ നിന്നെ കൊന്നുകളയും. ജ്യേഷ്ഠനാണ്, അനിയനാണ്, സഹോദരൻ, ഒരു ഉമ്മയുടെ ഉദരത്തിൽ വളർന്നവൻ എന്ന അർത്ഥം വരുന്ന ഒരു സഹോദരനായിട്ട് പോലും ഇല്ല, ഞാൻ നിന്നെ കൊന്നുകളയും. ഖാൽ, അപ്പോൾ തൊട്ടടുത്ത സഹോദരൻ പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഒരു ബലി നിർവഹിച്ചു കഴിഞ്ഞാൽ, ഒരു ചടങ്ങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ, ഒരു ആരാധനാകർമ്മം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരിൽ നിന്നും അത് സ്വീകരിക്കപ്പെടൂല. മുത്തഖീങ്ങളായി മനസ്സിൽ തഖ്വ കൊണ്ട് ബന്ധിതമാക്കപ്പെട്ടവന്റെ കർമ്മമാണ് സ്വീകരിക്കപ്പെടുക. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ കാണാം, ലോക ചരിത്രത്തിൽ ആദ്യമായി നടന്ന കൊലപാതകം അതായിരുന്നു. ആര്? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഖാബീൽ സ്വന്തം സഹോദരനായ ഹാബീലിനെ അസൂയ കൊണ്ടാണ് കൊന്നൊടുക്കിയത്. അവർക്ക് പ്രശ്നമുണ്ടോ? അസൂയക്ക് ഉണ്ട്. അസൂയ എന്ന വിഷവിത്ത് ഒരു മനുഷ്യന്റെ മനസ്സിൽ പാകിക്കഴിഞ്ഞാൽ അവന്റെ സകല നന്മകളും പൊളിക്കപ്പെടുകയാണ്. കമാ തഅ്കുലുൽ ഹതബു അന്നാറ, തീയെ വിറകിനെ തിന്ന് നശിപ്പിക്കുന്ന പോലെ ഒരു മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ മുഴുവൻ പൊളിക്കപ്പെടും ഒരാളുടെ ജീവിതത്തിൽ അസൂയ കയറി വന്നാൽ. അസൂയാലുവിന്റെ അസൂയയിൽ നിന്ന് കാവല് ചോദിക്കുന്ന സൂറത്ത് നോക്ക്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലുവിന്റെ അസൂയയിൽ നിന്ന് ഞാൻ അല്ലാഹുവോട് കാവല് ചോദിക്കുന്നു. ഒന്നാമത്തെ ബലികർമ്മം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ സംഭവം അവിടെ വിശദീകരിക്കപ്പെട്ടു. എന്നാൽ ഖുർആൻ തന്നെ വീണ്ടും പറയാണ്, രണ്ടാമതൊരു ബലി പിന്നീട് നടന്നു. അത് ബനു ഇസ്രായേലുകാരുടെ ഇടയിലാണ്. അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു. ആ പ്രവാചകന് വഹി കൊടുക്കുകയാണ്, ഒരു ബലി അവിടെ നടക്കണം. ജനങ്ങളോട് കൗമിനോട് പോയി പറയാണ്, ജനങ്ങളെ, എന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയാണ്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറതൻ, നിങ്ങളൊരു പശുവിനെ അറുക്കണം. ആ സൂറത്തിന്റെ പേരൻ അൽ ബഖറ എന്നല്ലേ? ഒരു പശുവിനെ നിങ്ങൾ അറുക്കണം എന്ന് ബനു ഇസ്രായേലുകാരോട് ആ പ്രവാചകൻ പറഞ്ഞു. ഖാലൂ, ആ ജനങ്ങൾ പറഞ്ഞു, അതത്തഖിദുനാ ഹുസുവ, അല്ല മൂസ, നീ ഞങ്ങളെ പരിഹസിക്കാണോ, വെറുതെ പറയാണോ? ഖാല, മൂസാ നബി പറഞ്ഞു, അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ. അല്ല, ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അനുസരിക്കുന്നില്ലേ? നിങ്ങൾ ജാഹിലീങ്ങളുടെ കൂട്ടത്തിലാകാതിരിക്കാൻ ഞാനും കാവല് ചോദിക്കുകയാണ്, നിങ്ങളത് അനുസരിക്കണമെന്ന്. ആ ബലി നടത്താതിരിക്കാൻ, ഒഴിഞ്ഞു മാറാൻ അവർ ഒരുപാട് കാരണങ്ങൾ ചോദിച്ചു. ചെറുത് വേണോ, വലുത് വേണോ, മഞ്ഞ വേണോ, കറുപ്പ് വേണോ, ഇന്ന് വേണോ, നാളെ വേണോ, ഇങ്ങനെ പല ഒഴിഞ്ഞുമാറലുകൾക്ക് അവർ ശ്രമിച്ചു. കൃത്യമായി കൊണ്ട് ബലി നടത്താനുള്ള മറുപടികൾ അവർക്ക് കൊടുത്തുകൊണ്ട് വഹീന്റെ അടിസ്ഥാനത്തിൽ മറുപടി കൊടുത്തു. ഏറ്റവും നല്ല ഒരു ഉരുവിനെ അവർക്ക് കിട്ടി. അവർ അതിനെ അറുത്തു. പക്ഷെ ഖുർആൻ പറഞ്ഞെന്തറിയോ? അവർ ആ മൃഗത്തിനെ കൊന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. കാരണം അവർ മനമില്ല മനസ്സോടെ ചെയ്തു കൂട്ടിയതാണ്. ഫദബഹൂഹാ വമാ കാദൂ യഫ്അലൂൻ. ഇതായിരുന്നു രണ്ടാമത്തെ ഒരു ബലി നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ആത്മാർത്ഥതയില്ല, മനമില്ല മനസ്സോടെയാണ്, മുഷിപ്പോടെ വെറുപ്പോടെയാണ് അവർ ചെയ്തു കൂട്ടിയത്. എന്നാൽ മൂന്നാമതൊരു ബലിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സവിസ്തരം വിശദീകരിക്കുന്നു. ആ ബലി നടന്നിട്ടില്ല, എന്നാൽ ആ ബലിയുടെ അന്തസത്ത പ്രസക്തമാണ്. അത് നമ്മൾ എന്ത് പഠിക്കണം? അതിൽ നമുക്ക് റോളുണ്ട്.
അതിലൊരു വാപ്പ എന്ന നിലക്ക് നമുക്ക് ചിലത് പഠിക്കാനുണ്ട്, ഒരു മകൻ എന്ന നിലക്ക് ആ ചരിത്രത്തിൽ പഠിക്കാനുണ്ട്. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചില ചരിത്ര സമർപ്പണങ്ങൾ നമ്മൾ വായിക്കേണ്ടതുണ്ട്. സൂറത്ത് സ്വാഫാത്തിന്റെ 100 മുതലുള്ള ആയത്തുകളൊക്കെ ഇങ്ങനെ ക്രമീകരിച്ച് ക്രോർത്തിണക്കി ചെറിയ ചെറിയ വാക്കുകളിലായി അള്ളാഹുവിന്റെ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രത്തിലെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ആ ചരിത്രത്തിൽ ഉദ്ഹിയ്യത്ത് ഓരോ വർഷവും ഇങ്ങനെ നമ്മൾ ഓർമ്മ പുതുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ ബലികർമ്മത്തിന്റെ പിന്നിൽ ബലി നടന്നിട്ടില്ലെങ്കിൽ പോലും അതിന്റെ പിന്നിൽ എന്താ ഉണ്ടായിരുന്നത്? തഖ്വ ഉണ്ടായിരുന്നു, ചോർന്നു പോകാത്ത ഈമാൻ ഉണ്ടായിരുന്നു, പറഞ്ഞാൽ അനുസരിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. മകനെ അറുക്കണമെന്ന് പറഞ്ഞാൽ പോലും സമർപ്പിക്കാൻ സന്നദ്ധനായ ഒരു ബാപ്പാന്റെ കൃത്യമായി കൊണ്ടുള്ള അനുസരണബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ആ ബലി ആവർത്തിക്കാൻ ഇടക്കിടക്ക് നമ്മളോട് ഓരോ വർഷവും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥതയുണ്ടായില്ല എന്ന കാരണത്താലാണ് ആദ്യത്തെ 2 ബലിയിലും പ്രശ്നം പറ്റിയത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എന്നും 1-ാം സ്ഥാനത്താണ് അതിന് കൊടുത്തിരിക്കുന്നത്. അള്ളാഹു മനുഷ്യരുടെ കർമ്മങ്ങളിൽ എപ്പോഴും പരിശോധിക്കുന്നതും നോക്കുന്നതും തഖ്വയിലേക്കാണ്, കൽബിലേക്കാണ്. എന്ത് കാര്യം എടുത്ത് ചോദിക്കുമ്പോഴും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും. നിങ്ങളുടെ പണത്തിലേക്ക്, നിങ്ങളുടെ രൂപത്തിലേക്ക് അല്ലാഹു നോക്കൂല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. ചെയ്യുന്ന കർമ്മത്തിന്റെ സമയത്ത് നിങ്ങളുടെ കൽബും നിങ്ങളുടെ പ്രവർത്തനവും എത്രയുണ്ടെന്നതാ പരിശോധിക്കപ്പെടുന്നത്. എത്രയുണ്ട്? അയാളുടെ മനസ്സിന്റെ ഇഖ്ലാസും തഖ്വയുമാണ് പരിശോധിക്കുന്നത്. അതെവിടെയാ കാണുക? നമുക്ക് ഒരാൾക്കും ഒരാളുടെ തഖ്വ നോക്കി ചൂണ്ടിക്കാണിക്കാൻ മാനദണ്ഡമില്ല. ഒരാളുടെ ഈമാൻ അളക്കാൻ നമ്മുടെ അടുത്ത അളവുകോലുകളില്ല. കാരണം പ്രവാചകർ ചൂണ്ടിയത് അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ 3 തവണ നെഞ്ചിന്റെ ഭാഗത്തേക്കാ ചൂണ്ടിക്കാണിച്ചത്. അവിടെയാണ് തഖ്വയുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഉള്ള ഈ സമർപ്പണത്തിന്റെ ചരിത്രം ദുൽഹിജ്ജയിലെ ഓരോ ഹജ്ജിന്റെ ബലിക്കും അതുപോലെ ബലിയറുക്കുന്നവർ നാട്ടിലുള്ള ഉദ്ഹിയ്യത്തിന്റെ ബലിയിലും ഒക്കെ ഓർത്തെടുക്കുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാഫാത്തിലൂടെ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മക്കളില്ലാതെ വിഷമിച്ചിരുന്ന ഒരു പിതാവ് ഒരു മകനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സമയം, രക്ഷിതാക്കളെ നമുക്കൊക്കെ കുട്ടികളെ പടച്ചോൻ തന്നു, ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്. ഇപ്പോൾ ഒരു മകൾ വേണ്ടെന്ന് വിചാരിച്ച് എത്രയോ ആളുകൾക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സന്താനം കൊതിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് സക്കരിയ നബിക്ക് കുട്ടികളെ കിട്ടിയത്, ഇബ്രാഹിം നബിക്ക് സന്താനത്തെ കിട്ടിയത്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. സന്താനങ്ങളില്ലാത്തവരുടെ വിഷമാലോചിച്ച് നോക്ക്. 3-4 വയസ്സുള്ള കുട്ടിയെ സ്വന്തം മാതാവ് പുഴയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. പുഴയിൽ നിന്ന് എടുത്ത ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ തൊട്ടടുത്ത ദിവസത്തിൽ പോലും ആ കുട്ടി ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്നു. ഒരു 4 വയസ്സായ കുട്ടിയുടെ പച്ചമാംസത്തിന് പോലും യാതൊരു ദയയും കാരുണ്യവും കൽപ്പിക്കാത്ത ഈ പുതിയ കിരാതമായ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെ, മക്കളില്ലാതെ വിഷമിക്കുന്ന ഇബ്രാഹിം നബി ഒരുപാട് കൊതിച്ചൊരു മകനെ കിട്ടാൻ, ഒരു സന്താനത്തിന് കൊതിച്ചിട്ടാണ്. പ്രാർത്ഥനയുടെ ഭാഗമായി, കാത്തിരിപ്പിന്റെ ഭാഗമാണ്, ക്ഷമയുടെ ഭാഗമായി, പ്രതീക്ഷയുടെ ഭാഗമായി ഒരു സന്താനത്തെ കിട്ടി. നമുക്ക് ലഭിച്ച സന്താനത്തിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? കുട്ടിക്ക് ജനിച്ചപ്പോൾ തഹ്നീക്ക് നടത്തിയിട്ടുണ്ടോ? കുട്ടിയുടെ പേരിൽ അഖീഖ അറുത്തിട്ടുണ്ടോ? ഉദ്ഹിയ്യത്ത് തുടക്കട്ടെ, അഖീഖ അറുത്തിട്ടുണ്ടോ? എത്ര ചെറുതായിട്ടാ പറഞ്ഞത്? ഒരാടിനറുക്കാനല്ലേ പറഞ്ഞത്? നിർബന്ധമല്ലെങ്കിൽ പോലും എത്ര ശക്തമായിട്ട് അമ്പിയാക്കന്മാർ നടപ്പിലാക്കിയത്. പേര് വിളിക്കാൻ പറഞ്ഞു, നല്ല പേര് വിശേഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, അവർക്ക് നല്ല ദീന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, നല്ല സംരക്ഷണം നൽകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ഒരു വാപ്പാന്റെ കൊതിയാണ് മകനുണ്ടാവുക, മകളുണ്ടാവുക. അങ്ങനെ കൊതിക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല, അള്ളാന്റെ വിധിയുണ്ടെങ്കിലേ അത് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കെയാണ് ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന മകനെ കിട്ടുന്നത്. കൊതിച്ച് കാത്തിരുന്നാണ് കിട്ടുന്നത്. അവിടുന്നാണ് കൽപ്പന വരുന്നത്, ആ പൊന്നുമോനെ അറുക്കണമെന്ന കൽപ്പന. അള്ളാന്റെ ഖുർആനിലൂടെ അത് വിശദീകരിക്കാം. إني أرى في المنام أني أذبحك فانظر ماذا ترى. മോനെ, നിന്നെ അറുക്കണമെന്ന തീരുമാനമുണ്ട്, സ്വപ്നമാണ്, വഹിയാണ്. ഞാൻ എന്ത് ചെയ്യണം മോനെ?
സ്വന്തം മക്കളെ 1 മണിക്കൂർ നേരത്തെ ദീനിന്റെ സദസ്സിലേക്ക് വിടാൻ മടി കാണിക്കുന്ന നൂറുകണക്കിന് വാപ്പമാരുള്ള ഈ സദസ്സിൽ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, സ്വന്തം മകനെ കഴുത്തിൽ കത്തിവെക്കാനുള്ള വഹി വന്നപ്പോ ഏറ്റെടുത്തൊരു വാപ്പ, സ്വന്തം മകളുടെ ദീനിന്റെ തർബിയത്തിൽ ഒരു പ്രോത്സാഹനം കൊടുക്കാത്ത കുടുംബമാണ് നമ്മൾ ആലോചിക്കുക. നമുക്ക് ഈ ചരിത്രം കേൾക്കാൻ അധികാരമുണ്ടോ? മകനോട് വാപ്പ പറയാ, അറക്കണമെന്ന തീരുമാനം, ഞാൻ എന്തു ചെയ്യണം? കാല, ആ മകൻ കൊടുത്ത മറുപടി, യാ ബതി, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഇഫ്അൽ മാ തുഅമർ, എന്താണ് അല്ലാഹുവിന്റെ കൽപ്പനയെങ്കിൽ അതങ്ങ് ചെയ്യാം. ബാപ്പാക്ക് അള്ളാന്റെ കൽപ്പന അനുസരിക്കാൻ ഞാൻ തടസ്സമല്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ ഒരു മോനായിട്ട് എന്നെ കാണിച്ചാൽ. നമ്മുടെ കുട്ടി സുബൈക്ക് പള്ളിക്ക് വരുമോ? ക്ഷമിക്കുന്ന ഒരു പള്ളിയിൽ പോകുന്ന മകൻ മകൾ നമുക്കുണ്ടോ? ബാപ്പയും ഉമ്മയും ഒരു കാര്യം പറഞ്ഞാൽ ക്ഷമിക്കുന്ന ഒരു മകൻ മകൾ നമുക്കുണ്ടോ? പുതിയ തലമുറയിൽ അത്തരം മക്കളുണ്ടോ? എന്താണ് തടസ്സം? എവിടെയാണ് പിഴവ്? പഠിക്കുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ, ഇസ്മായിൽ നബി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ബാക്കി ഭാഗം നോക്കൂ നിങ്ങൾ. അറുക്കണമെന്ന ധാരണയായി തീരുമാനമായി മകൻ സമ്മതിക്കുകയും ചെയ്ത് അതിനുവേണ്ടി ഒരുങ്ങി വേഷം മാറി കൃത്യമായ ആയുധമെടുത്ത് അവർ രണ്ടുപേരും മക്കയുടെ ഇന്ന് ഹജ്ജിന്റെ പരിസര ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ അവിടേക്ക് പോകുമ്പോൾ ആ ചരിത്രത്തിന് ഓർത്തെടുക്കാൻ കഴിയുന്ന ആ പ്രദേശങ്ങളുണ്ട്. അവിടേക്ക് കൊണ്ടുപോയി അറുക്കാനുള്ള ശ്രമത്തിന് വേണ്ടി ഒരു മകനെ കഴുത്തിൽ കത്തിവെക്കാൻ തയ്യാറായ ഒരു വാപ്പാന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ കുട്ടിക്കൊരു മര്യാദക്ക് മുടിവെട്ടി കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ കുട്ടിക്ക് ഒരു മാന്യമായ വേഷം ധരിക്കാൻ ആന പാന്റ് പോലത്തെ ആനക്കാലും കൊണ്ട് നടക്കുക. ചില പെൺകുട്ടികളുടെ ഡ്രസ്സ് കണ്ട് നിങ്ങൾ നായ കടിച്ചു കയറിയ പോലെ അവിടെ ഇവിടെ കീറിയ ഡ്രസ്സ് ഇട്ട് നടക്കുക. ഇവർക്കൊക്കെ വാപ്പിയുണ്ട്, ഇവർക്കൊക്കെ ഉമ്മയുണ്ട്, ഇവർക്കൊക്കെ പറയാൻ കാരണവന്മാരുണ്ട്, ഇവർക്ക് പുയ്യാപ്പിളമാരും മരുമക്കളൊക്കെ ഉണ്ട്. ആരും മിണ്ടാൻ തയ്യാറല്ല, ആരും ഒന്നിനും സന്നദ്ധരല്ല. എല്ലാവരും ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു, അതൊക്കെ പുതിയ കാലല്ല ഉസ്താദേ, നമ്മൾ എന്താ ചെയ്യാനുണ്ട്, നമുക്ക് ചെയ്യാനുണ്ട്. ഈ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചു സന്നദ്ധനായി കൊണ്ടുപോയി നെറ്റിത്തടം നിലത്ത് വെച്ചു. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം. പ്രിയപ്പെട്ട വാപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ മകളുടെ മേത്ത് ശരീരത്തിൽ ഒരു സൂചി വെക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരു സർജറി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര അസഹനീയമാണ്. തന്റെ മകനെ അറുക്കാൻ വേണ്ടി നെറ്റിത്തടം അവിടെ നിലത്ത് വെച്ചു. അറുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് യാ ഇബ്രാഹിം എന്ന ഒരു വിളി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഖദ് സദ്ദഖ്ത റുഅ്യാ, താങ്കൾക്ക് പറഞ്ഞിരിക്കുന്ന സ്വപ്നത്തിന്റെ പൂർത്തീകരണം നടന്നു. ചെയ്യോ നോക്കാനായിരുന്നു, ഇത് ചെയ്തിട്ടുണ്ട്, ഇനി അറക്കണമെന്നില്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞ വാക്കെന്തറിയോ? ഇത് ഈ സംഭവം ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് ഏറ്റവും വലിയ വ്യക്തമായ പരീക്ഷണമാണ്. അങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് മുമ്പിൽ നമ്മളുള്ളത്, ഒരു വലിയ പരീക്ഷണത്തിന് മുമ്പിലാണ്. നമ്മൾ ഇതിനെ അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. പ്രതിസന്ധികളെ കൃത്യമായി കൊണ്ട് ആസൂത്രണം ചെയ്യാൻ കഴിയണം. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഫദൈനാഹു ബിദിബിഹിൻ അലീം, മകനെ അറുത്തില്ല, മറ്റൊരു അറിവ് നടന്നു, ഒരു മൃഗത്തെ അവർ അറുത്തു. അതൊരു വലിയ അറിവായിരുന്നു. എന്നിട്ട് ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ട് ഖുർആൻ പറയാണ്, ഇത് ഒരു കാലത്തേക്കോ ഒരു കൊല്ലത്തേക്കോ ഒരു തലമുറക്കോ വേണ്ടിയല്ല, ഈ ചരിത്രം നാം പിൽക്കാലക്കാർക്കെല്ലാം വേണ്ടി വിട്ടേച്ചു തരികയാണ്. സലാമുൻ അലാ ഇബ്രാഹിം, അത് ചെയ്ത ഇബ്രാഹിമിന്റെ മേൽ സമാധാനം പുലരട്ടെ. ഈ ചരിത്രത്തിന്റെ ഒരു ഭാഗം ഇത്, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കും ചില റോളുകൾ നിർവഹിക്കാനുണ്ട്. ഇന്ന് സമൂഹത്തിൽ ഈ ബലിയുടെ കൃത്യമായ ലക്ഷ്യമറിയാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. ഇതിനെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. ഇതൊന്നും വേണ്ടെന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകളൊക്കെ ഉണ്ട്. എല്ലാ ഉമ്മത്തുകളിലേക്കും ബലി നിശ്ചയിച്ചിട്ടുണ്ട്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, എല്ലാ ഉമ്മത്തിനും ചില ആരാധനാ കർമ്മങ്ങൾ അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. കന്നുകാലികളുടെ മേൽ, അവർ മേച്ചു നടക്കുന്ന കന്നുകാലികളുടെ മേൽ അള്ളാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറവ് നടത്തുമോ എന്നതൊക്കെ അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്.
അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയും അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുവാൻ വേണ്ടിയുമാണ് അത്തരം ചില നിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിലൂടെ നമുക്കും നൽകിയിട്ടുണ്ട്. അള്ളാഹുവിനെ ധാരാളമായി വാഴ്ത്തുവാനും അവൻ നമുക്ക് നൽകിയതെല്ലാം കൊടുക്കാൻ സന്നദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കലുമാണ്. അങ്ങനെയുള്ള അറിവാണ് നമുക്ക് നടക്കേണ്ടത്. അതല്ലാത്ത കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് കാര്യമില്ല എന്നർത്ഥം. സമ്പത്തുള്ള വ്യക്തികൾ ആരും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പാടില്ലെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ 2025 എത്തിയപ്പോഴത്തേക്കും ചില ആളുകൾ മുസ്ലിമീങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് വേഷം ധരിച്ച പണ്ഡിതധാരികളായ ആളുകൾ പറയാൻ തുടങ്ങി, ഉളുഹിയ്യത്ത് ഇസ്ലാമിലില്ല. അവർ പറയുന്നത് ഉളുഹിയ്യത്ത് ഇസ്ലാമിലില്ല, ഉളുഹിയ്യത്ത് എന്ന കർമ്മം ആവശ്യമില്ല, അള്ളാഹു മൃഗങ്ങളെ ഒരിക്കലും അറക്കാൻ വേണ്ടി പറയൂല എന്ന് ചില ഖുർആനിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന വിവരം കെട്ടവരായ ആളുകൾ സമൂഹമധ്യേ ജനങ്ങളെ വസ്വാസാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ്, എന്തിനാ ഉളുഹിയ്യത്ത് അറക്കുന്ന? ആ പൈസ കൊണ്ട് ആ പാവപ്പെട്ട ആളുകൾക്ക് വസ്ത്രം മേടിച്ചു കൊടുത്താൽ പോരെ, ഒരു വീട് വെച്ച് കൊടുത്താൽ പോരെ, ആ പാവങ്ങൾക്ക് വല്ല ഫർണിച്ചർ എന്തെങ്കിലും കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിച്ച് അതിന്റെ താഴെ കുറെ മാപ്പിളാര് ശരിയുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നെ, നല്ല ആശയം. എന്റെ സുഹൃത്തുക്കളെ ചിന്തിച്ചു നോക്കി, ഇസ്ലാമിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും വ്യക്തികൾ സംസാരിക്കുന്ന സംസാരങ്ങളാണ് ശരിയെന്ന് ശരിവെക്കുകയും അതിനെ പിന്തുണക്കുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. എന്ന് മാത്രവുമല്ല, കാലികളുമായി ബന്ധപ്പെട്ട ആയത്തുകളെല്ലാം പഠിപ്പിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരമുള്ളതാണ് ആ മൃഗങ്ങൾ, അത് നിങ്ങൾക്ക് വേണ്ടി പടച്ചോൻ തന്നതാണ്. നിങ്ങൾക്ക് ഉപകാരമുണ്ട്, നിങ്ങൾക്ക് തിന്നാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി തന്നതാണ്. അതുകൊണ്ട് മനുഷ്യരോട് ജന്തുജീവജാലങ്ങളോട് നീതി പാലിക്കുന്ന നിയമമേ ഇസ്ലാമിലുള്ളൂ. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളിലൊക്കെ അത്ര തന്നെയുള്ളൂ. അതുകൊണ്ടാണ് അറവ് നടത്തുന്ന മൃഗങ്ങളിൽ ഒരുപാട് മര്യാദകൾ പഠിപ്പിച്ചു. രോഗികളെ അറവ് നടത്തരുത്, ഗർഭിണികൾ പിടിച്ചറക്കരുത്, വൈകല്യമുള്ളതിനെ പിടിച്ചറക്കരുത്, ഒരുപാട് നിബന്ധനകൾ പഠിപ്പിച്ചു. അറവ് നടത്തുന്നവൻ മര്യാദയുള്ളവനാവണം, മൃഗത്തിന് സാവകാശം കൊടുക്കണം, കത്തി മൂർച്ചയുള്ളതായിരിക്കണം, ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ട് തന്നെയാണ് ഇസ്ലാം അത് പഠിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉളുഹിയ്യത്തിന്റെ മാംസവുമായി ബന്ധപ്പെട്ടും അതിൽ നിന്ന് തന്റെ വ്യക്തി പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന സംശയമാണ്, നമുക്ക് എടുക്കാൻ പറ്റുമോ? സഹോദരങ്ങളെ, നേർച്ചയുടെ മൃഗമാണെങ്കിൽ ഞാനൊരു മൃഗത്തിനെ നേർച്ചയാക്കിയാൽ ആ നേർച്ച മൃഗത്തിന്റെ ഒരു ഇറച്ചിയും എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല, ആ കുടുംബത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ഒരു മൃഗത്തിനെ ഞാൻ സ്വതക്കയായി അറുത്തിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ കുടുംബത്തിന് അറക്കുന്ന ആൾക്ക് 1/3 വിഹിതം എടുക്കാം. അഖീഖ അറക്കുന്ന വ്യക്തിക്ക് ആ കുടുംബത്തിന് 1/3 ഭാഗം എടുക്കാം. ഉളുഹിയ്യത്ത് അറക്കുന്ന വ്യക്തിക്ക് ആ കുടുംബത്തിന് 1/3 ഭാഗം എടുക്കാം. കൂടുതലും സ്വതക്ക ചെയ്യുകയാണ് വേണ്ടത്. ഖുർആൻ പറഞ്ഞു, ഫകുലൂ മിൻഹാ, നിങ്ങളും അതിൽ നിന്ന് കഴിച്ചോളൂ. വഅത്ഇമുൽ ബായിസൽ ഫഖീർ, ഫഖീറായ പാവപ്പെട്ട ജനങ്ങളെയും നിങ്ങൾ ധാരാളമായി തീറ്റിപ്പിക്കുകയും ചെയ്തോളൂ. ഇതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിന്റെ പിൻബലങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഓരോ ബലിക്കും ഓരോ കർമ്മങ്ങൾക്കും ഹജ്ജിനും നോമ്പിനും എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു അന്തസത്തയുണ്ട് എന്നും അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും ഇനിയും ഉളുഹിയ്യത്തിൽ പങ്കാളികളാവാത്ത ആരെങ്കിലും മടിച്ചു നിൽക്കുന്നുവെങ്കിൽ അവസാന തീയതികൾ നമ്മുടെ പള്ളിയിലെ അതിന്റെ ഷെയർ കൂടേണ്ടുന്ന അവസാന സമയമായി കൊണ്ടിരിക്കുകയാണ്. ദുൽഹിജ്ജ 1 എത്തിക്കഴിഞ്ഞാൽ അവർക്ക് മുടി നീക്കം ചെയ്യാനോ നഖം വെട്ടാനൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ അതിനു മുമ്പേ നേരത്തെ റെഡിയായി ഒരുങ്ങാൻ നമ്മളെല്ലാവരും ഉണ്ടാവണം. ഈ കാര്യത്തിന്റെ പിന്നിൽ നമ്മുടെ മനസ്സ് ഏറ്റവും ശുദ്ധമാക്കി വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ കുടുംബമൊക്കെ അതിന്റെ കൂടെ ഉണ്ടാവണമെന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി